ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്ബുള്ള നേതൃത്വം വിശ്വസിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം ഇസ്രായേൽ സൃഷ്ടിച്ചു. അത് കൊണ്ട് തന്നെയായിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത്. എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പുറകെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തിയത്. തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ വർഷിച്ചത്. ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അവിടെ എത്തി എന്തോ രഹസ്യം പറഞ്ഞത്. പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനിപ്പിച്ചു. പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തന്റെ എല്ലാ പാർട്ടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെട്ടു. കഴിഞ്ഞ 32 വർഷമായി ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ തലപ്പത്ത് തുടരുന്ന ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടു എന്ന വാർത്തയുമായി പൊരുത്തപ്പെടാൻ ഇറാനെ പോലെ തന്നെ അവരെ സഹായിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഞെട്ടലുണ്ടാകും എന്നത് ഉറപ്പാണ്. കൃത്യമായ ആസൂത്രണത്തിലൂടെ ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെ വധിച്ചതുപോലെ വളരെ സമർത്ഥമായി ഹസൻ നസ്രുള്ളയെയും ഇപ്പോൾ തീർത്തിരിക്കുകയാണ് ഇസ്രായേൽ. ഇനി അവർക്ക് മുന്നിലുള്ള ഏക ദൗത്യം ഹമാസിന്റെ പുതിയ തലവനായ യഹ്യ സിൻവാറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നത് മാത്രമാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതിനിടെ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചെന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയത് കൃത്യമായ തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. ഹസനിനി ലോകത്തെ ഭയപ്പെടുത്താൻ കഴിയില്ലെന്ന് ഇസ്രായേൽ സൈന്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. ഹസൻ കൊല്ലപ്പെട്ടെന്ന് സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ശ്രേഷാനിയും എക്സിലൂടെ അറിയിച്ചു. വെള്ളിയാഴ്ച ലെബനൻ തലസ്ഥാനത്ത് നടന്ന ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ള മേധാവിയെ വകവരുത്തിയെന്ന് സൈനിക വക്താവ് ക്യാപ്റ്റൻ ഡേവിഡ് അബ്രഹാം ഏബ്സിനോട് പ്രതികരിക്കുകയും ചെയ്തു. എന്തായാലും ഇസ്രായേലും ഇപ്പോൾ കരുതലോടെ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഹമാസും ഹിസ്ബുള്ളയും തിരിച്ചടിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അവർക്കൊപ്പം തന്നെ ഇറാനുമുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് നെതന്യാഹു രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്നത്. അതേസമയം ഒരിക്കലും ഇവരെ തീർക്കാതെ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്.